ഫംഗ്ഷന് പോകുന്നതിന്റെ തലേ ദിവസം ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും മുടി ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ മുടിയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണാണ് വരുന്നത്, അപ്പോൾ ഓണത്തിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് മുമ്പായിട്ട് മുടി നല്ല ഭംഗിയായിട്ട് ഇരിക്കണം, മുടി നല്ല ബൗൺസി ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു പാക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ട് പാക്ക് എന്ന് പറയുന്നത് ഹെന്നയും പിന്നെ കെരാറ്റിൻ പാക്കുകളാണ്. കെരാറ്റിൻ പാക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെന്ന നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കെരാറ്റിൻ പാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല ബൗൺസി ആയിട്ട് മുടിയൊക്കെ നല്ല ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കെരാറ്റിൻ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനും മുടി മൊത്തത്തിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കഴുകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഞാനിതിവിടെ തലേ ദിവസം കുതിർക്കാൻ ഇട്ടതാണ്. ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ ഉഴുന്ന് എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ നിങ്ങൾ കുതിർക്കാൻ ഇടുക കേട്ടോ. 2 സ്പൂൺ അളവിൽ മതി. മുടി കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും നിങ്ങൾ 2 സ്പൂൺ അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി ഉഴുന്നിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. ഞാനിത് ഒരു ചെറിയൊരു ബൗൾ നിറച്ചും ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിന്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് എന്താ പറയുക ലൂസായി പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോറ് ഉപയോഗിക്കാം. അപ്പോൾ അതിന്റെ ചോറിന്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ഞാനിതാ ഒരു ചെറിയൊരു ബൗളിൽ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരളവ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയ സ്പൂണിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ ബീട്രൂട്ട് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ കെരാറ്റിൻ പാക്കിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബീട്രൂട്ട് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിന് ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം ബീട്രൂട്ട് ഇതിനകത്തേക്ക് ചേർത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട് ആ വെള്ളം തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് കഴുകിയിട്ട് കുതിർക്കാനിടാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കെരാറ്റിൻ്റെ പാക്ക് ആകുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ച് നിങ്ങളുടെ പാക്ക് ലൂസായി പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ചോറ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പാക്ക് നല്ലൊരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കെരാറ്റിൻ പാക്ക് കുറച്ച് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിലും നിങ്ങൾ അരിച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ളം മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇന്നത്തെ പാക്കിൽ മുട്ട ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റിസൾട്ട് കിട്ടാതിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. മുട്ട ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേന് നിർബന്ധമില്ല. ചിലർക്കൊക്കെ തേൻ മുടിയിൽ തേക്കാൻ പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേൻ തേച്ചുകൊണ്ട് നമ്മുടെ മുടി ഒരിക്കലും നരയ്ക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. പക്ഷെ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 1/4 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ മുടിയിൽ അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ മുടിയൊക്കെ ചീകി നല്ല എന്താ പറയുക കെട്ടൊക്കെ കളഞ്ഞ് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ കെരാറ്റിൻ പാക്കൊക്കെ മുടിയിലൊക്കെ തേക്കുമ്പോൾ ചിലപ്പോൾ മുടി പൊട്ടിപ്പോകും കേട്ടോ.
അപ്പോൾ കുറച്ച് ഓയിൽ തേച്ചാൽ മതി. കൂടിയ അളവിൽ നിങ്ങൾ ഓയിൽ തേക്കരുത്. കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലും കൂടി അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പാക്കിൽ ഇപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മൾ കുറച്ച് ഓയിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം, നിങ്ങളുടെ മുടി ഇപ്പോൾ ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ, കാരണം ഉഴുന്ന് അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞ അളവിൽ ഓയിൽ ഞാനിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ എടുത്ത ഓയിൽ കണ്ടില്ല, ആ ഒരു അളവിൽ നിങ്ങൾ തേച്ചാൽ മതി. ഒരുപാട് കൂടിയ അളവിൽ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെരാറ്റിൻ പാക്കിൻ്റെ ആ ഒരു റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ പാക്ക് തേച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ പാക്കിൻ്റെ കളർ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ തേച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പാക്ക് തിക്കാക്കാമെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. ഞാൻ മുട്ടയുടെ വെള്ള ചേർത്ത സമയത്ത് പിന്നെ പാക്ക് അത്യാവശ്യം പിന്നെ ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി തിക്കാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചോറ് ചേർത്താൽ മതി. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നെ മുടിയിൽ തേക്കണം കേട്ടോ. മുടിയിൽ എന്തായാലും തേച്ച് കൊടുക്കണം. കാരണം നമുക്ക് ആ ഒരു ബൗൺസി ഫീല്, പിന്നെ ആ ഒരു സ്ട്രെയിറ്റ് ഫീല്, ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടണമെങ്കിൽ മുടിയിൽ തേക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ കെരാറ്റിൻ പാക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ നമ്മുടെ റുട്ടീനിലൊക്കെ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു സമയത്താണ് ഈ ഒരു കെരാറ്റിൻ പാക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ തലേ ദിവസം ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്നാണോ ഫംഗ്ഷനൊക്കെ ഉള്ളത് അതിൻ്റെ തലേ ദിവസം ഈ പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നതിൻ്റെ അന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളതെങ്കിൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഉഴുന്ന് നമുക്ക് തലേ ദിവസം കുതിർക്കാൻ ഇടണ്ടേ എന്നുള്ളത്. ഉഴുന്ന് അങ്ങനെ തലേ ദിവസം കുതിർക്കാൻ ഇടുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ചെയ്യണം, ഇപ്പം ഞാൻ വീഡിയോ വരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഉഴുന്ന് കുതിർക്കാൻ ഇട്ടിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇടില്ല, അതേപോലെ വലിയ ചൂടല്ല അത്യാവശ്യം ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇടുകയാണെങ്കിൽ വേഗം കുതിർന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂറൊക്കെ കുതിർക്കാൻ ഇട്ടിട്ട് പിന്നെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഓണപരിപാടി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ല ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഒറ്റ ദിവസം കൊണ്ട് വേഗം ചെയ്യണമെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ തലേ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് മുടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. നമ്മുടെ കെരാറ്റിൻ പാക്ക് ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് തേച്ചിട്ട് മുടി വലിച്ച് പിടിച്ചിട്ട് മുടിയിലും കൂടി തേച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടി ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് വലിച്ച് പിടിച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വലിയ രീതിയിൽ വലിച്ചു പിടിക്കാനല്ല, ഒരുവിധം ഒന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് അങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിതാ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുടി കെട്ടി വെക്കുന്നില്ല കേട്ടോ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ് നല്ലത്. മുടി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വളഞ്ഞു കിടക്കുന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാക്ക് ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ വെച്ചാൽ മതി. പിന്നെ തണുപ്പൊക്കെ പ്രശ്നം ആവുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. പാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കഴുകുന്ന സമയത്ത് ആദ്യം ഒരു 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ പാക്ക് ആദ്യം നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. എന്നിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ പാക്ക് ഒന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകി എടുക്കാം. അപ്പോൾ ഇന്ന് മുടി കഴുകുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കെരാറ്റിൻ പാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ആയി പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഇത് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകുക. പിന്നെ ഇങ്ങനത്തെ കെരാറ്റിൻ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് മുക്കിയിട്ട് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ബക്കറ്റ് ഹെയർ വാഷ് നല്ലതാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വെള്ളം മാറ്റിയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ മുടി കഴുകി എടുക്കുക കേട്ടോ. മുടി കഴുകി കഴിഞ്ഞിട്ട് പാക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിങ്ങിന്റെ പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ കാണിച്ചത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ മുടി കഴുകി എടുക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും റിസൾട്ട് കാണിക്കുന്നില്ല. കഴുകുകയാണെങ്കിൽ അടുത്ത ദിവസമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. പിന്നെ നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പാക്ക് തന്നെ ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ റിസൾട്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുവരെ ചെയ്യാത്തവർ ഇനി ചെയ്യാൻ പോകുന്നവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിന്റെ തലേ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഡ്രൈ ഹെയർകാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്ക് തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ആയി പോകും. ഇനി മുടി കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി കുറച്ച് കൂടുതലായിട്ട് ഡ്രൈനെസ് തോന്നുകയാണെങ്കിൽ ഹെയർ സെറം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓയിൽ കുറച്ച് എടുത്തിട്ട് മുടിയുടെ മേലെ കൂടെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഡ്രൈനെസ് ഒന്നും വരില്ല. നമ്മൾ കറക്റ്റായ രീതിയിലാണ് തേച്ച് കൊടുക്കുന്നത് തയ്യാറാക്കുന്നതെങ്കിൽ അങ്ങനെ ഡ്രൈനെസ്സും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ പാക്ക് തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്ന രീതികളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.